1201 ആണ്ട് ഇടവ മാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ്. മകരക്കൂറിൽ ജനിച്ചവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും ഔട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നു. അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വഴി തെളിയിക്കുന്നു. അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ കൂടുതലും ബാങ്ക് ലോൺ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു. ഇനി വിദേശ പഠനത്തിനാണ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അതിൻ്റെ വിസ നടപടികളും മറ്റുമെല്ലാം പൂർത്തിയാകുന്നു. അതിൻ്റെ ബാങ്ക് ലോണും അവർക്ക് ലഭ്യമാകുന്നു. കുടുംബകലഹം മാറിക്കിട്ടുന്നു. ദമ്പതിമാർ തമ്മിൽ വഴക്കും ബഹളവും ആയിട്ട് പിരിഞ്ഞ് താമസിക്കുന്നവരാണെങ്കിൽ ആ കലഹങ്ങളെല്ലാം മാറിക്കിട്ടി ഐക്യതയിലേക്ക് വരുന്നു. ധനനഷ്ടങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ച് അത് നികത്തുവാൻ സാധിക്കുന്നു. ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു. മോഷ്ടാക്കളുടെ മോഷണ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. നിങ്ങളുടെ ഓഫീസിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ഇനി യാത്ര ചെയ്യുമ്പോഴായിരുന്നാലും നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു. അത് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാതെ സംഭവിക്കുന്നു. അതുപോലെ നാൽക്കാലികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാർ, നാൽക്കാലികളെ വാങ്ങി വ്യാപാരം നടത്തുന്ന ആൾക്കാരും അതുപോലെ പാല് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വളരെ ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. ആരോഗ്യവും നല്ലതായിരിക്കും. ആഗ്രഹങ്ങൾ മിക്കവാറും എല്ലാം നടന്നു കിട്ടുന്ന ഒരു മാസവും കൂടിയാണിത്. എല്ലാ സുഖ സാധനങ്ങളും ഉണ്ടായാലും എല്ലാ സൗഭാഗ്യം ഉണ്ടായാലും അനുഭവിക്കാൻ ഒരു ഇടയില്ലായ്മ എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നത് ഈ മാസം മാറിക്കിട്ടുന്നു. ഭാര്യയോടും പുത്രന്മാരോടുമുള്ള വഴക്കുകൾ അത് മാറിക്കിട്ടുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയം മാറിക്കിട്ടുന്നു. എന്തെങ്കിലും അവരുടെ ഉദ്യോഗത്തിലുള്ള അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ആൾക്കാരെ പിരിച്ചുവിടുമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കിട്ടേണ്ടിയിരുന്ന പ്രൊമോഷൻ തടസ്സപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം മാറിക്കിട്ടുന്നു. ആഭിചാരക്രിയകൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ മനപ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. നിങ്ങളുടെ സഹോദരർക്ക് നിങ്ങളെ കൊണ്ട് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ഏറെ ഗുണങ്ങൾ കിട്ടും. നിങ്ങളൊരു കമ്പനിയോ അതൊക്കെ വ്യവസായം നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അവർക്കെല്ലാം വളരെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പല അസുഖങ്ങളും മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അകാരണമായ ഭയം ഉണ്ടാകാം. ഏതിനെയോ ഒരു ഭയക്കുന്നൊരവസ്ഥ വരാം. ദുർജനങ്ങളുമായി ഒരിക്കലും സഹവാസം ഉണ്ടാകരുത്. ഉണ്ടായാൽ പലവിധ ദോഷങ്ങളും ഉണ്ടാകുന്നു. പോലീസ് പരാതി, കോടതി കേസുകൾ, റിമാൻഡ് എന്നിവ വരുന്നതിനുള്ള സാധ്യത ഉള്ളതിനാൽ കഴിയുന്നതും അത് ശ്രദ്ധിക്കുക. സാഹസികതയ്ക്ക് മുതിരുന്നവരും കുറച്ച് ശ്രദ്ധിക്കുക. കാരണം അപകടം വരാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ പ്രവചിക്കുന്നത്. ആദ്യം ഉത്രാട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 10 വയസ്സുവരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ വീട് അവർക്ക് ലഭിക്കാം. വീട്ടിലേക്ക് മാറുന്നതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ജോലി സംബന്ധമായിട്ട് അവർ വേറൊരു സ്ഥലത്ത് മാറുകയും അവിടെ ഒരു വീട് വാങ്ങി താമസിക്കുകയും ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർക്ക് ആസ്മ, ശ്വാസമുട്ടൽ എന്നിവ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഇവർക്ക് ഒരു സർജറി ചിലപ്പം ഈ കൊച്ചിന് വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ടും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകാം. അതുപോലെ ഈ സമയം കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയുള്ളതിനാൽ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ധനനാശം കാണുന്നു. അവർക്ക് ഈ സമയം അവർക്ക് 17 വയസ്സാണ്. നല്ല വിദ്യാഭ്യാസം അവർക്ക് അത് കഴിയും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നല്ല മികച്ച തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഒരു സാമ്പത്തിക അച്ചടക്കം ഈ 35 വയസ്സ് വരെ അവർ നല്ല രീതിയിൽ പാലിക്കേണ്ടതാണ്. കാരണം അവർക്ക് ആ ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകൂ. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം ശീലിക്കുക. ആവശ്യമില്ലാത്ത ചെലവുകളെല്ലാം ഒഴിവാക്കുക. സമ്പാദ്യശീലം ഉണ്ടാക്കുക. പല ആപത്തുകളും ഉണ്ടാകുന്നതിനൊരു സാഹചര്യവും കാണുന്നുണ്ട്. മാനസിക സംഘർഷം വരാം.
അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ നേരത്തെ ഉള്ള കാലങ്ങളിൽ ആ സാമ്പത്തിക അച്ചടക്കവും മറ്റുള്ള ജീവിതശൈലിയിലുള്ള അച്ചടക്കവും പാലിച്ചവർക്ക് ഈ കാലഘട്ടം വളരെ സുവർണ കാലമായിരിക്കും. അവർക്ക് വളരെയധികം സമ്പാദ്യങ്ങളുള്ളതിനാൽ വളരെ അധികം സുഖങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട വീട് അതുപോലെ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കഷ്ടപ്പാട് ഒന്നും ഉണ്ടാവാതെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കും. അവർക്ക് യാതൊരു വിധത്തിലൊരു ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാതെ അവർക്ക് ജീവിക്കുന്നതിന് സാധിക്കും. ഈ സമയം അവർക്ക് ബുദ്ധിക്കൊരു സ്ഥിരത വരുന്നു. കാരണം നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയുകയും ഉള്ള ഒരു ശേഷി അവർക്ക് കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൽ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് അപമാനം വരാൻ സാധ്യതയുണ്ട്. പല രീതിയിലുള്ള അപമാനങ്ങളും മാനഹാനിയൊക്കെ വരാം. അതുകൊണ്ട് അത്തരം യാതൊരു നടപടികളിലും പോകാണ്ടിരിക്കുന്നതായിരിക്കും. വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു സമയമാണിത്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ അവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതൊരു സാഹചര്യവും ഉണ്ടാകാം. അതൊരു അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് പരാതി, കോടതി കേസുകൾ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിലാരെങ്കിലും ഒരാൾ, ദമ്പതിമാരിൽ ഒരാൾ വിദേശത്തേക്ക് വളരെ ദൂരസ്ഥലത്തേക്ക് ജോലി സംബന്ധമായോ അല്ലാതെയോ പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു സെപ്പറേഷനാണ് ഈ സമയം കാണുന്നത്. അതുപോലെ തന്നെ ഏത് സംരംഭത്തിന്, ബിസിനസ്സിലായിരുന്നാലും മറ്റുള്ള കാര്യത്തിനായിരുന്നാലും നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പൈസകൾ ഒരു വ്യവസായത്തിനൊക്കെ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ വളരെ ആലോചിച്ച് ചെയ്യണം. നല്ലൊരു ജ്യോത്സ്യനെ നിങ്ങൾ കാണുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം ഇപ്പോൾ സമയം നല്ലതാണോ എന്ന് എല്ലാം സൂക്ഷ്മ പരിശോധന നടത്തി അതിനെപ്പറ്റി വിശദമായിട്ടൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക. അല്ലെങ്കിൽ ഈ സമയം ഭയങ്കരമായ ഒരു ധനനഷ്ടം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 70 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. അവർക്ക് അല്ലറ ചില്ലറ രോഗങ്ങൾ ഉണ്ടാകാം എന്നതൊഴിച്ചാൽ ഒരു ബുദ്ധിമുട്ടും അവർക്ക് കാണുന്നില്ല. ധനത്തിനും ധാന്യത്തിനും ഒന്നും ഒരു കുറവ് വരാതെ സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഭക്ഷ്യവിഷ ഏൽക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആഹാര സാധനങ്ങളിൽ നിന്നൊരു വിഷബാധ ഏൽക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അടുത്ത തിരുവോണം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ചില രോഗങ്ങൾ ചിലരെ തിരുവോണം നക്ഷത്രക്കാരെ ശല്യപ്പെടുത്തിയേക്കാം. അതുപോലെ കഫത്തിൻ്റെ ഉപദ്രവം, അലർജി എന്നിവ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഇതിൽ ചില തിരുവോണം നക്ഷത്രക്കാർക്ക് രക്തത്തിൽ അണുബാധ ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. ന്യൂമോണിയ പോലുള്ള പനികൾ വരേണ്ട ഒരു സാധ്യതയുണ്ട്. ഇതിൽ ചില കുട്ടികളുടെ അച്ഛനമ്മമാർ തമ്മിൽ വഴക്കിട്ട് അവർ പിരിഞ്ഞ് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം ചില തിരുവോണം നക്ഷത്രക്കാർക്ക് അഗ്നിയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ ഒക്കെ പൊള്ളലേൽക്കേണ്ട ഒരു സാധ്യതയുള്ളതിനാൽ ഈ കാലം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധർമ്മകാര്യങ്ങൾക്ക് മുടക്കം വരുന്നതായിട്ട് കാണുന്നു. വീട്ടിലെ അച്ഛനമ്മമാർ അവർ മതപരമായ കാര്യങ്ങൾ മുടങ്ങുക, പ്രാർത്ഥന അതൊക്കെ മുടങ്ങുന്നതായിട്ട് ഒരു സാധ്യത വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദൂരയാത്ര ചെയ്യാനും ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട്. എല്ലാവരുമായി ഒരു കലഹം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക്, ഉറ്റ ബന്ധുക്കൾക്കൊക്കെ ചില ആപത്തുകൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമായി അവർക്ക് എല്ലാ അനുഭവിച്ച ദുരിതം കഷ്ടപ്പാടുകൾക്കെല്ലാം പരിഹാരമായി അവർക്ക് നല്ല ഒരു ഐശ്വര്യമുള്ളൊരു സമയമാണ്. ഒരു നല്ലൊരു സുവർണകാലമാണ് 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം. ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കുന്നതിനും എല്ലാം അവർക്ക് ഭാഗ്യമുള്ള ഒരു സമയമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നല്ല മിത്രങ്ങളെ അവർക്ക് ലഭിക്കുന്നു. ആരോഗ്യവും എല്ലാം നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണിത്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ ചില തിരുവോണ നക്ഷത്രക്കാർക്ക് കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് അങ്ങ് ശ്രദ്ധിക്കാണ്ടിരിക്കുക. ചിലരിത് വിശ്വസിച്ചിട്ട് നിങ്ങളോട് കാണിക്കുന്ന ആ സ്നേഹവും സഹായവും ഒക്കെ നിർത്തിവെക്കാനൊരു സാധ്യതയുണ്ട്. മിത്രങ്ങളും ചിലപ്പം ശത്രുക്കളായിട്ട് വന്നേക്കാം. അതുകൊണ്ടൊന്നും ഒരു തർക്കത്തിന് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് ഈ സമയം ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് കുറച്ച് ധനത്തിനൊക്കെ കുറവ് ഈ സമയം ഉണ്ടാകാം. അതുപോലെ
തെറ്റിദ്ധാരണ മൂലം ദമ്പതിമാർ തമ്മിൽ വഴക്കിടാനും പിണങ്ങിപ്പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ചില തിരുവോണ നക്ഷത്രക്കാർക്ക് വാതരോഗം പിടിക്കാനും അതിലേക്ക് വേണ്ടി ചികിത്സ നടത്തുന്നതിനായിട്ടുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാവിധ കഷ്ടപ്പാടുകളും മനോദുരിതത്തിനും ശാരീരികപരമായ ദുരിതത്തിനും എല്ലാം പരിഹാരമായിക്കൊണ്ട് വളരെ ഒരു നല്ല സമയം അവർക്ക് ഉള്ള സമയമാണിത്. അവർക്ക് ഇതെല്ലാം ഐശ്വര്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ധനം മറ്റുള്ള എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ചില രോഗങ്ങൾ അല്ലറച്ചില്ലറ രോഗങ്ങൾ ഉണ്ടാകുന്നെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതിലേക്ക് വേണ്ടി അവർക്ക് സാധിക്കുന്നതാണ്. അടുത്ത അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും ഒന്നി അകന്ന് വളരെ ദൂര സ്ഥലത്തേക്ക് അവർ പോകാനോ അല്ലെങ്കിൽ അവരെ മരണപ്പെടാനൊരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുജനങ്ങൾ എന്ന് പറയുമ്പോൾ വയസ്സായ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ അമ്മാവന്മാരോ ആരെങ്കിലും ആണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അവരായിരിക്കും ഇവർക്കൊരു സഹായം ഉണ്ടായിരുന്നത്, എന്തിനും ഒരു സഹായവും മാർഗദർശിയായിട്ടുണ്ടായിരുന്നത്. അവർ അങ്ങനെ മാറിപ്പോകുന്നതിനോ അല്ലെങ്കിൽ ഒരു കോമ സ്റ്റേജിൽ പോകുന്നതിനോ ഒരു സാധ്യത കാണുന്നുണ്ട്. അതോടുകൂടി ഈ കൊച്ചിനൊരു ഭയം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. എന്തിനേയും ഏതിനേയും ഭയക്കുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് അച്ഛനമ്മമാർ സഹിതം മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ഇവർക്ക് ലഭിക്കുന്നു. പ്രതീക്ഷിച്ചതിലും മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കയാൽ ഉയർന്ന ഒരു തൊഴിലും അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നു. അതോടുകൂടി അവർക്ക് അന്തസ്സുള്ള ജീവിതവും ജീവിതശൈലി തന്നെയാകെ മാറി അവർക്കൊരു ഒരു ഗുണങ്ങൾ ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നു. ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും ഭാഗ്യമുണ്ട്. അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകാം. നല്ല മിത്രങ്ങളെയും അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചിലർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അസൂയ മൂലം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വച്ചടി കയറ്റം എന്ന് പറയും പോലെ ആ ഒരു അസൂയ നിറഞ്ഞിട്ട് ആൾക്കാർ നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും അതുമൂലം നിങ്ങൾക്ക് കുറച്ച് മനപ്രയാസം ഉണ്ടാകുകയും ചെയ്യുന്നു. പക്ഷേ അവസാനം അതെല്ലാം നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെല്ലാം അപഖ്യാതിയായിരുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും നിങ്ങളെ പിന്നെയും നല്ല ഒരു ഇതായിട്ട് കാണുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ കുറച്ച് അകന്നു നിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. ഇതിൽ ഒരാൾ അന്യദേശത്തേക്ക് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനും കൂടി ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുറച്ച് ആപത്തുകളും കഷ്ടകാലങ്ങളെല്ലാം മാറി അവർക്കൊരു നല്ല സമയമാണ് ഈ കാലഘട്ടം. 53 മുതൽ 70 വയസ്സ് വരെയുള്ള കാലഘട്ടം അവരാഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സമാധാനവും അവർക്ക് നല്ല ഒരു താമസവും അവർക്ക് എല്ലാം ഒരു നല്ല രീതിയിൽ അവർക്ക് വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ബുദ്ധി നേരെഗതിയിലാകുന്നു. അതുപോലെ എന്തെങ്കിലും മനസ്സിന് പ്രയാസമുള്ള ഡിപ്രഷൻ പോലുള്ള മനോവിചാരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നു. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒരു നല്ല ഒരു ഇതാണ്. അവർക്ക് പുത്രനും പുത്രിയും പേരക്കുട്ടികളെല്ലാമായി അവർക്ക് വലിയ ഒരു ഗുണം അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ധനത്തിനും ധാന്യത്തിനൊക്കെ ഒരു കുറവും വരാതെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു മനസ്സമാധാനം എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഇവരുടെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളെല്ലാം ഒത്തുചേരുകയും വളരെയധികം ആഘോഷപൂർവ്വമായി അവരുടെ ആ ജന്മനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നതായിട്ടും കൂടി കാണുന്നുണ്ട്. അതിനുള്ള ഭാഗ്യവും അവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഇടവ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.